Queridos jóvenes, también Dios se fija en ustedes y los llama, y cuando lo hace, está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret, pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La Iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. മക്കളെ നന്നായി സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആനന്ദത്തിൻ്റെ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വലിയ തിരുമേനി, സ്നേഹവാനപ്പെട്ട ദാനിയേലച്ച, പ്രിയപ്പെട്ട മറ്റച്ഛന്മാരെ, പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, എൻ്റെ ഏറ്റവും പെറ്റ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആദ്യം തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കൺവെൻഷൻ, ഈ ധ്യാനം. നമ്മുടെ പ്രിയപ്പെട്ട ദാനിയേലച്ചനിലൂടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദാനം, അതിൻ്റെ അർത്ഥം ശരി, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. ജെറമ്യ 29:11 അച്ഛനിലൂടെ ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയുമുള്ള പദ്ധതി. പറഞ്ഞു ഹല്ലേലൂയ. ഇനി ലോകസഭയെ നയിക്കാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരിലൂടെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിനു വേണ്ടി കർത്താവ് നിങ്ങൾ ഒരുക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈ തലമുറയുടെ യുവതി യുവാക്കളായിട്ട് കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നതാണ് കർത്താവ് ഞാൻ കൊടുത്തു. ഹല്ലേലൂയ. ഇങ്ങനെയൊരു ധ്യാനത്തിൽ സത്യത്തിൽ ഞാൻ ഒരിക്കലും ഇവിടെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിൽക്കുന്നത് ഇറ്റ്സ് എ മിറക്കിൾ. പ്രൈസ് ഹല്ലേലൂയ. കാരണം ഇന്നലെ ഈ ദിവസങ്ങളെല്ലാം കൺവെൻഷനായിരുന്നു. ഇന്നും രാവിലെയും ഒത്തിരി കാര്യങ്ങളായിരുന്നു. ഇവിടെ ഓടിയെത്തുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, ദൈവത്തിൻ്റെ പദ്ധതി ഒന്നുകൊണ്ട് മാത്രമാണ്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ട് മാത്രമാണ് കർത്താവിനെ കൊണ്ടുപോകും. ഞാൻ തീർച്ചയായിട്ടും വിശുദ്ധ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പാട്ട് ഉച്ചത്തിൽ. ആമേൻ. 2000-ഓളം യുവജനങ്ങളെ കർത്താവിടെ ഒരുമിച്ച് കൂട്ടിയത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ പദ്ധതി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ ഒരുമിച്ച് കൂടാൻ ഇടയായത്. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ കൈയടിച്ച് കർത്താവ് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ.
നിങ്ങളെ വിശുദ്ധരാക്കാനുള്ള കർത്താവിൻ്റെ പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് ദൈവം ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ് ഈ കൺവെൻഷൻ, ഈ ധ്യാനം ഇവിടെ നടത്തപ്പെടുന്നത്. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്നതിന് തെളിവാ. ദൈവം നിങ്ങളെ മറന്നിട്ടില്ല എന്നത് തെളിവാ. അമ്മ മറന്നാലും അപ്പം മറന്നാലും സഹോദരന് വേണ്ടെങ്കിലും സഹോദരിക്ക് വേണ്ടെങ്കിലും അധ്യാപകന് വേണ്ടെങ്കിലും ഉച്ചമിത്രങ്ങൾക്ക് വേണ്ടെങ്കിലും നിങ്ങളെ ദൈവത്തിന് വേണം, ഈശോയ്ക്ക് വേണം. അതിൻ്റെ തെളിവാണ് ഈ നടക്കുന്ന ഈ ധ്യാനം. വേറൊന്നും, ഈശോയ്ക്ക് നിങ്ങളെ വേണം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈ സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യം എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, ദൈവം എന്നൊരാളുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാനിത് 24ാമത്തെ വർഷമാണ് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ടുമുട്ടിയിട്ട് തന്നെ പറയുക, തമാശ പറയുകയോ കെട്ടുകഥ പറയുകയോ തോന്നൽ പറയുകയോ ആരെങ്കിലും നേരിട്ട് പറയുക, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഉദ്ധിതനായ ദൈവം. മത്തായിയുടെ സുവിശേഷം 18:19 2 3 പേർ എൻ്റെ നാമത്തില് ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. 2 അല്ലെങ്കിൽ 3 പേരെങ്കിലും ഒരുമിച്ച് ഒരേ വിശ്വാസത്തോടെ വിശ്വസിച്ചു അവിടെ കർത്താവ് വരും. ഈശോ തോന്നലല്ല കേട്ടോ. ഈശോ തോന്നലല്ല, ജീവിക്കുന്ന ദൈവം തന്നെയാണ്. ഈശോ ജീവിക്കുന്ന ദൈവം തന്നെ. എൻ്റെ മക്കള് ഈ ഭൂമിയിൽ ആരെയും വിശ്വസിക്കേണ്ടത്, പക്ഷെ ഒരാളെ വിശ്വസിക്കാവുള്ളൂ, ദൈവത്തെ മാത്രം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ ഈശോയുടെ സ്വന്തമായിട്ട് മുന്നോട്ട് വയ്ക്കണം. ഈശോ, നിങ്ങൾ മരിക്കണം, ഈശോയ്ക്ക് വേണ്ടി മരിക്കണം. ഞാൻ പറഞ്ഞ ഹല്ലേലൂയ. ഈ നാളുകൾ അച്ഛനെ കൊണ്ട് ഈശോ ഒരു വലിയ ശുശ്രൂഷ ടർക്കി എന്ന രാജ്യത്ത് നടത്തി. ടർക്കിയിൽ ഇസ്താംബുൾ, അതുപോലെ എഫെസൂസ്, പിന്നെ സ്മിർണ എന്ന് പറയുന്ന 3 സ്ഥലങ്ങളും ഞാൻ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. സ്മിർണയിലെ കത്തീഡ്രൽ പള്ളിയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ബിഷപ്പുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്താണോ പ്രാർത്ഥിക്കേണ്ടത്? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ടർക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, 95% ആളുകളും മുസ്ലിംസാണ്. പ്രൈസ് ദി ലോർഡ്. 5% മാത്രമേ കേൾക്കണം. ഒരു കാലത്തൊരു ജനോസൈഡ് നടന്ന സ്ഥലമാണ്. ജനോസൈഡ് എന്ന് വെച്ചാൽ വംശഹത്യ നടന്ന് ക്രൈസ്തവർ മുഴുവൻ കൊന്നുകളഞ്ഞൊരു, അവിടെ ഹാഗിയ സോഫിയ എന്നൊരു കത്തീഡ്രലിൽ 50,000-ഓളം ക്രൈസ്തവർ ഒരുമിച്ച് കൊന്നുകളഞ്ഞ പച്ചയായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാണ്. സർവ്വ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ സ്മരണ നിൽക്കുമ്പോൾ ആ സ്ഥലത്താണ് ഇത്രയും പേരൊക്കെ ഉള്ളു. അപ്പോൾ എന്നോട് അവർ പറയാം, അച്ഛാ ഞങ്ങളുടെ ഇവിടുത്തെ യുവാക്കൾക്ക് മുതിർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിവാഹം കഴിക്കാത്ത ഒത്തിരി പേരോട്. ഞാൻ പറയും, വിവാഹം കഴിക്കാത്ത എന്തുകൊണ്ടാണ്? എത്ര അവരോട് അച്ഛാ 10, 35, 40 വയസ്സ് പ്രായമുള്ള ഒത്തിരി പേര്. അച്ഛൻ വിവാഹം കഴിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആളുകളില്ല. അപ്പോൾ അവൾ വേറെ പോകില്ല അച്ഛാ. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈശോയാണ് വലുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശ്വാസം ഉപേക്ഷിച്ചൊരു ബന്ധത്തിലേക്ക് ഞങ്ങൾ പോകില്ല. വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇല്ല, പക്ഷേ ഈശോയെ ഉപേക്ഷിച്ച് പോകുകയല്ല. ഈശോയെ ഉപേക്ഷിച്ച് പോകുകയല്ല. ഞാൻ കണ്ടതാ, വേറെ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടതാ. ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു പറ്റ യുവാക്കളോ യുവതികളോ. അവിടെ ഒരു അണ്ടർഗ്രൗണ്ട്, ഇസ്താംബുളിൽ ഒരു ലാറ്റിൻ ചർച്ചിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ വെച്ചൊരു ധ്യാനം നടത്തിയപ്പോൾ എനിക്ക് കൂടുന്നത് പാട്ട് പാടുന്നതും കീബോർഡ് വായിക്കുന്നതും സ്തുതിക്കുന്നതും ഞാൻ നോക്കിയപ്പോൾ 35, 40, 45 പ്രായമുള്ള യുവാക്കൾ, യുവതികൾ. അതിൽ ഭൂരിപക്ഷം ആൾക്കാർ വിവാഹം കഴിച്ചിട്ടില്ല. എന്താണ് കാരണം? അവർക്ക് അവിടെ കിട്ടാൻ ആൾ കുറവാണ്. പക്ഷേ അവർ പറഞ്ഞത്, കല്യാണം കഴിച്ചില്ല, പക്ഷേ ഞങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല. ആര് പറഞ്ഞാൽ ജീവൻ പോയാലും ഞങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്ന ഒരു ജനതയെ ഞാൻ നേരിട്ട് കണ്ടതാ. ഒറ്റവിളി വിളിച്ച്, ഈശോയേ, എൻ്റെ യുവാക്കള് ഇത് പ്രേമങ്ങളുടെ കാലഘട്ടം. പ്രേമത്തെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് സ്നേഹത്തെയാ. സ്നേഹം ഒരിക്കലും ക്രിസ്തുവിൽ നകലുന്ന വിശ്വാസമല്ലത്. പ്രേമത്തെ നിങ്ങൾ വിശ്വസിച്ച്, പ്രേമം ചതിക്ക് മേൽ ചതിയാണ്. സ്നേഹം അത് ക്രിസ്തു തന്നെയാണ്. സ്നേഹിക്കുന്നവൻ ക്രിസ്തുവിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിങ്ങൾ സ്നേഹത്തെ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. ഈശോ തള്ളിപ്പറഞ്ഞു പോയി ഒരിക്കലും പോയക്കരുത്. മരിക്കേണ്ടി വന്നാൽ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ മരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ തീരുമാനം. സർവ്വ പറഞ്ഞ ഹല്ലേലൂയ.
ഡൊമിനിക് അച്ഛൻ ഒറ്റ ആഗ്രഹമുള്ളൂ, ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് മരിക്കണം എന്നൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. ഒരു രക്തസാക്ഷിയെ തീരണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ, വേറെ സ്വപ്നങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രായത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ലോകത്തിൻ്റെതായ ഇഷ്ടം പോലെ പ്രലോഭനങ്ങളും ചിന്തകളൊക്കെ കയറി വന്നിട്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ ആട്ടി ഓടിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ ദാസനായിട്ട് കഴിയുന്നതിൻ്റെ കാരണം ഈശോ ജീവിക്കുന്ന ദൈവമാണെന്ന് നേരെ ഞാൻ കണ്ടു തൊട്ടറിഞ്ഞതാ. ഹല്ലേലൂയ. എൻ്റെ ഒരു ചരിത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ സമയത്തിൻ്റെ കുറവുണ്ട്, നിങ്ങൾ അത് ഞാൻ ഓടിച്ച് തീർത്തോളാം. പ്രസരോടത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ രോഗിയായിരുന്നൊരു കാലമുണ്ട്. പ്രസലോഷ് ശരിക്കും പറഞ്ഞാൽ 95 പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായി. പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ ഇറങ്ങുന്ന നല്ല അനുഭവം. എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ദൈവവചനം അത് 21-22 വയസ്സ് പ്രായമില്ല കേട്ടോ. പ്രസലോഷ് ഇവിടെ ഇരിക്കുന്ന 21-22 വയസ്സ് പ്രായമുള്ളവർക്കെല്ലാം ഇന്ന് അതേ അഭിഷേകം കിട്ടട്ടെ എന്ന് അച്ഛൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അന്നത് അതേ കൃപ. എനിക്ക് ഒറ്റ ദാഹം കിട്ടി. ഒരു ദാഹം എന്തിനോടെന്നറിയാവോ? വചനത്തോട്. ദൈവവചനത്തോടൊരു പ്രത്യേക ദാഹം. ഈ ദാഹം കയറി കഴിഞ്ഞപ്പോൾ രാത്രിയും പകലൊക്കെ വചനം ഇരുന്ന് വായിക്കാൻ തുടങ്ങി. എനിക്ക് പോർഷനുകൾ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. സെമിനാരിയിലെ നല്ല നല്ല ഒരുപാട് സബ്ജക്റ്റുകൾ കവർ ചെയ്യാനുണ്ട്. തീസിസ് ചെയ്യണം, അത് ചെയ്യണം. പക്ഷേ ഞാനതൊക്കെ മാറ്റിവെച്ചു, ഞാൻ സത്യം പറയാം. എന്നിട്ട് ഇന്ന് ബൈബിളിൽ നിന്ന് വായിക്കാൻ തുടങ്ങി. സർവോടത്തെ പറഞ്ഞ ഹല്ലേലൂയ. 21-22 വയസ്സുള്ള സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ ബൈബിൾ ഇങ്ങനെ വരച്ചിടുവേ. പ്രസലോഷ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചമ്മാച്ചന്മാരെ എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതിനിങ്ങനെ വരച്ച് വിഷമിക്കുന്നത്, ഒരു വരയിട്ട് ബൈബിൾ അങ്ങ് മേടിച്ചപ്പോൾ സർവോടത്തെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ കാണാപ്പാടം പഠിക്കും. ഞാൻ കാണാപ്പാടം പഠിക്കും. ഓരോ വചനം കാണാപ്പാടം പഠിക്കും, കഷ്ടപ്പെട്ട് പഠിക്കുക. അങ്ങനെ 2 ആഴ്ച കൊണ്ട് ഞാൻ ഏകദേശം ഒരു 2000-ഓളം ദൈവത്തിൻ്റെ വചനം ഞാൻ ഭക്ഷിച്ച് കർത്താവ്. അന്ന് 21-22 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ വചനം ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു പറയാം, എൻ്റെ കുഞ്ഞുങ്ങളോട് സത്യം പറയുക, പോകുന്ന വഴിയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. സെമിനാരി വെച്ച് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി, രോഗശാന്തികൾ സംഭവിക്കാൻ തുടങ്ങി. വീട്ടിൽ ചെല്ലുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടായി. അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഇടവേള ചെല്ലുമ്പോൾ അത്ഭുതം ഉണ്ടാകാൻ തുടങ്ങി. അവർ കുടുംബ കൂട്ടായ്മ, ഞങ്ങളുടെയൊക്കെ കുടുംബ യോഗങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഞാൻ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമുണ്ടാകാൻ തുടങ്ങി. 22 വയസ്സ് പ്രായമുള്ളപ്പോഴാ. അതുകൊണ്ടാകാൻ കാരണം ഞാൻ ഭക്ഷിച്ചത് ലോകത്തിന്റെ ഭക്ഷണമല്ല, ദൈവത്തിന്റെ വചനം. ദൈവവചനം. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവ് ജീവൻ. ഉറക്കെ പറഞ്ഞ് ആത്മാവാണ്. മക്കളൊന്ന് പറഞ്ഞ് ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ വചനം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പൈശാചിക ശക്തികളുടെ മേഖലകളൊക്കെ കർത്താവിനെ കാണിച്ചു തുടങ്ങി. പൈശാചികതയ്ക്ക് ഉണ്ട് കേട്ടോ. പച്ചയ്ക്കുണ്ട് ഇത്. ശരിക്കും ആളുകൾ ഇറങ്ങിപ്പോന്ന് കണ്ടിട്ടുണ്ട്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചേ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നപ്പോഴേ ശ്രമപ്പെടുത്ത പറയും ഹല്ലേലൂയ. അവനെ കൊണ്ട് അവൻ്റെ അമ്മ എൻ്റെ അടുത്ത്, അച്ഛാ ഇവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നേ, പക്ഷെ ഇപ്പം അവൻ പഠിത്തം നിർത്തി, പള്ളിപ്പോക്കില്ല, വിമർശനമാണ്, തലമുടിയൊക്കെ നീട്ടി ഒരു പ്രത്യേക ലോകത്തേക്ക് മാറി. ഇവൻ എത്ര നോക്കിയിട്ടും കേൾക്കുന്നില്ല. അച്ഛാ എൻ്റെ കുട്ടി നല്ല കുട്ടിയായിരുന്നു അച്ഛാ, എന്താ ഇവന് പറ്റിയെന്നറിയില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വാവിട്ട് കിടന്നു. പിന്നെ മുഖം ഇങ്ങനെ ഇരുട്ട് നിൽക്കുക. അപ്പം ഇതുകൊണ്ട് പെട്ടെന്ന് ഉള്ളിൽ ഈ വചനം ഉള്ളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും കേട്ടോ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ വചനം ഭക്ഷിക്കുക. നിങ്ങൾ ഇന്ന് മുതൽ ദൈവവചനം ഭക്ഷിച്ച് ജീവിച്ചാൽ മതി. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിച്ചോളൂ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് കരകുളിയത്തി അടിച്ചേ ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഈ കൊച്ചിനെ ഞാൻ അപ്പോൾ ഈ ഈശ്വരനോട് പറഞ്ഞ് അമ്മയോട് മുറിക്ക് വെളി നിൽക്കാം, ഞാൻ അമ്മയോട് വെളി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഈശോയെ ഞാൻ എന്താ ചോദിക്കേണ്ടത്? അപ്പം അതോ പറഞ്ഞു ചോദിക്കുക. ഞാൻ പറഞ്ഞു മോനെ, ഈ ഒരു 6 മാസം മുമ്പ് ക്ലാസ് മുറി വെച്ച് നീയും നിൻ്റെ കൂട്ടുകാരും കൂടെ സെക്ഷലായിട്ടുള്ള ഏതോ ഒരു മാരക പാപം ചെയ്തെന്നിങ്ങനെ എൻ്റെ ആത്മാവിൽ പറയുന്നുണ്ട്, ശരിയാണോ ചോദിക്കും. ഒറ്റ കരച്ചില് ഇവന്. അച്ചോ, അന്ന് മുതലാ എല്ലാ പ്രശ്നവും തുടങ്ങിയത്.
ഞാൻ പറഞ്ഞു, അപ്പോൾ ഈശോ പറഞ്ഞു ഇവരോട് കുമ്പസാരിക്കാൻ പറയാം. കുമ്പസാരം എന്നുള്ളത് കൂദാശ ഭയങ്കര ഗ്രേസ് കിട്ടുന്ന കേട്ടോ. പ്രസലോഷ് എൻ്റെ മക്കൾ കുമ്പസാരത്തെ മാക്സിമം സ്നേഹിച്ചോണം. എത്ര പള്ളിയിൽ പോയി കുമ്പസാരിക്കാൻ പറ്റുമോ കുമ്പസാരിച്ചോണം. പാവം ഓടി കുമ്പസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറീസ് കിട്ടും. അപ്പോൾ ഈ മോനോട് ഞാൻ വേറെ ഒന്നുമല്ല, അല്ല കൗൺസിലിംഗ് അല്ല ഞാൻ നടത്ത്, നീ മുട്ടുകുത്ര, നീ കുമ്പസാരിച്ചു എല്ലാം പറഞ്ഞു. ഉടനെ മുന്നിൽ വേണ്ടി പാവം എല്ലാം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പാവമോചനം കൊടുത്ത ശേഷം അപ്പം ഞാൻ അവർ തലയിട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ നിന്നി പ്രവർത്തിക്കുന്ന ഹോസിയ 5:4 പറയുന്ന വ്യഭിചാര ദുർബോധം എന്തിനെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഇത് പറയുവൻ അങ്ങ് താഴോട്ട് വേണ്ടി ശരിക്കും അവൻ പാമ്പ് കിടന്നിടയുന്ന പോലെ എൻ്റെ മുടി കിടന്നിടയ പേടിച്ച് ഭയന്നു പോകും. ഇവൻ ചെയ്തത് മുഴുവനും ബ്ലൂ ഫിലിമും ഹോമോസെക്സും വ്യഭിചാരം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല, എക്സാം കഴിഞ്ഞിട്ടില്ല, അതിന് ബന്ധനത്തിലായി കെട്ടപ്പെട്ടു, മൊത്തം കെട്ടിക്കിടക്കുക. പക്ഷേ ഇതിങ്ങനെ അഴിഞ്ഞൊഴിഞ്ഞ് പോവുക. ഇത് ശരിക്കും എൻ്റെ അവസാനം ഇവൻ്റെ തല പോയിട്ട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയോട് നമ്മൾ ഞാൻ ഈശോ എനിക്ക് കുറേ ജ്ഞാനത്തിലൂടെ ഇവനുള്ള മുഴുവൻ തിന്മകളുടെ ശക്തികളെ കാണിച്ചു തന്നു. അപ്പോൾ അതിങ്ങനെ ബന്ധിച്ച് ഓരോന്നോരോന്ന് അഴിച്ച് ഒരു കെട്ടിങ്ങനെ പൊട്ടിച്ച് അതങ്ങനെ വിടണം. മൊത്തം പോയി കഴിയുമ്പോൾ ഇവൻ സ്വതന്ത്രമായിട്ട് പുറത്ത് വരുള്ളൂ. ആ ഓരോന്നിനും കൃത്യം ചെയ്യണേ. അത് ആത്മാവ് തരുന്നൊരു അത് വചനം നിറഞ്ഞാൽ മതി. ദൈവവചന ഹൃദയത്തിൽ നിറയുമ്പോൾ എനിക്ക് ദാനിയേലിനൊക്കെ നിങ്ങൾ വചനം പഠിപ്പിക്കുമ്പോൾ ആ വചനം നിങ്ങൾ വില കൊടുത്തേക്കണം, അതേപടി ഭക്ഷിക്കണം. പ്രസലോഷ് അതിനകത്ത് വെള്ളം ചേർത്തേക്കരുത്, അറിയാതെ പോലും ദൈവം വെള്ളം ചേർത്തേക്കരുത്, അതേപടി ഭക്ഷിച്ചാൽ മതി. ആ വചനം അല്പം കഴിയുമ്പോൾ അതങ്ങ് വളർന്നിട്ട് അങ്ങ് ഫലം ചൂടും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു ഉച്ചത്തിൽ ഹല്ലേലൂയ. അപ്പം അങ്ങനെ അങ്ങോട്ട് ഇവൻ്റെ തല പോയിട്ട് എൻ്റെ മുറിയുടെ ഭിത്തിക്കിട്ട് ഒറ്റ ഇടിയങ്ങ് ഇടിച്ചിട്ട് ഇവനങ്ങ് ബോധം കിട്ടും. അപ്പം ഞാൻ പോയിട്ട് ആനമ്പള്ളം തെളിച്ച് വിശുദ്ധ ജലം തെളിച്ചു, ഹോളി വാട്ടർ തെളിച്ചപ്പോഴത്തേക്ക് ഇവൻ കണ്ണു തുറന്നു, ഇവൻ എഴുന്നേറ്റ്. അപ്പോൾ ഒരു മോഹം ഉണ്ടല്ലോ, സൂര്യൻ പ്രകാശിക്കുന്നല്ലോ, പ്രകാശം. ഇവൻ ഓടി വന്നിട്ട് അച്ഛാന്ന് പറഞ്ഞിട്ട് സോറി അച്ഛാ, എൻ്റെ അച്ഛാ മാറി കൊച്ചു കുട്ടിയെ പോലെ പാവം കൊച്ച്, നല്ല കുട്ടി. അപ്പം ഞാൻ പറഞ്ഞു മോനെ നിൻ്റെ അമ്മയെ വിളിക്കും. എൻ്റെ മുറിക്ക് വെളി നിൽക്കുന്ന അമ്മയെ പോയി വിളിച്ച് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ മുന്നിൽ വെച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ മുഖത്തേക്ക് കുറേ കിസ് ചെയ്തു. അപ്പം അമ്മ ഇവൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്നോട് അച്ഛാ ഇതെൻ്റെ പഴയ കുട്ടിയാച്ചാ, പ്രിസലോഷ് ഇതെൻ്റെ കുഞ്ഞ് പഴയ കുട്ടിയാച്ചാ, എന്തോ സംഭവിച്ചാ. പ്രിയപ്പെട്ട മക്കളെ, പാപത്തെ താലോലിക്കരുത്, അത് പിശാചാ. ചെറുപ്പകാലത്ത് സാത്താൻ കൊണ്ട് നിങ്ങളെ വീഴിക്കും. നിങ്ങൾക്കുള്ള ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള വലിയ പദ്ധതിയെ നശിപ്പിക്കാൻ ലോകം മുഴുവൻ പിശാചിനെ കിട്ടുന്നുണ്ട്. അച്ഛൻ കെട്ടിയത് പറയോ, പൊലിപ്പിച്ച് പറയോ, ഭയപ്പെടുത്താൻ പറയോ, അല്ല, അനുഭവം കൊണ്ട് പറയോ, പച്ചയ്ക്കുള്ള അനുഭവം കൊണ്ട് പറയോ. അതുകൊണ്ട് മക്കളെ, പാപത്തിന്റെ സാഹചര്യം ഓട്ടി മാറിക്കോണം. അതാണ് പ്രഭാഷകൻ 21:1-2. പകരം നീ പാപം ചെയ്തിട്ടുണ്ടോ, വേല ചെയ്യരുത്, പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നോട്ടി മാറണം. ഇത് സർപ്പ വിഷമുണ്ട്, കണ്ടാൽ സൗന്ദര്യമുള്ളതാ സർപ്പത്തിന്, പക്ഷെ അതിന്റെ നാവിനടിയിൽ വിഷമുണ്ട്. ആ വിഷമുണ്ട് ഉറപ്പാ. അതുകൊണ്ട് മദ്യപാനം, സെക്സ്, അല്ല കഞ്ചാവ്, അല്ലെങ്കിൽ വഴിവിട്ട ബന്ധം, മൊബൈൽ ബന്ധങ്ങള്, പ്രേമബന്ധങ്ങള് ഒരുപാട് കുഞ്ഞുങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, തകർത്തുകൊണ്ടിരിക്കും. ഇതേ ഈ കൺവെൻഷൻ, ഈ ധ്യാനത്തിലൂടെ എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു ഇതുപോലെ നിങ്ങൾ സാത്താന്റെ വലയിൽപ്പെടാതെ ജീവിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണമെന്ന് കൽപ്പിക്കുക. ഒറ്റ വിളിച്ചോയെ വിളിക്കട്ടെ. പറഞ്ഞു ഹല്ലേലൂയ. വേറെ സംഭവം പറയാമോ? അതെനിക്ക് സ്വീഡനിൽ വെച്ചുണ്ടായ അനുഭവം. സ്വീഡനിൽ സ്വദേർത്തല്ലി എന്ന് പറയുന്നൊരു ദേവാലയമുണ്ട്. അത് സിറിയൻ ചർച്ചസിൻ്റെ, ശരിക്കും സിറിയ, ഇറാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന വർഷങ്ങൾക്ക് കുടിയേറിപ്പാർത്ത കുറേ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് സ്വീഡൻ്റെ ഒരു ഭാഗത്തുള്ള സ്വദേർത്തല്ലി എന്നുള്ളൊരു ദേവാലയം. അപ്പോൾ ആ ദേവാലയത്തിൽ ഞാൻ പോകും. അവിടുത്തെ അച്ഛന്മാർക്കെല്ലാം എനിക്ക് ഇഷ്ടം. അവരെല്ലാം സിറിയൻ, അവർ അറമായിക്കിലൊക്കെയാണ്, സിറിയനിലൊക്കെ കുർബാന ചെല്ലുന്നത്. പ്രസിലോഷ് അറമായിക്ക് ഭാഷയാണ് അവർ സംസാരിക്കുന്നത് തന്നെ അറമായിക്ക് ഭാഷയാണ്. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അങ്ങനെ അവരവിടെ നിൽക്കുമ്പോൾ ഞാൻ ചെന്നപ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഡെലിവറൻസ് പ്രയറിന് വേണ്ടി അവർ ചെല്ലുമ്പോൾ ഓടിക്കൂടും. എനിക്ക് സാധാരണ യൂറോപ്പിലൊക്കെ നമ്മൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഒരു വർഷം മുമ്പ് 6 മാസം മുമ്പൊക്കെ പറഞ്ഞാലേ ആൾക്കാരൊക്കെ അറേഞ്ച് ചെയ്യുള്ളൂ. നമുക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നാളെ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ മതി. അവരെല്ലാം കൂടെ പെട്ടെന്ന് ജോലിയെല്ലാം നിർത്തിയിട്ട് കൂടിയെത്തും. പ്രസലോഷ് കാരണം അവർ പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ഭയങ്കര കൊതി കൊണ്ട് ഓടിയെത്തും. കൈയടിച്ച് കട്ടാന്നേ പറഞ്ഞ് ഉച്ചത്തിൽ ഹല്ലേലൂയ.
അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ഡെലിവറീസ് പറയാം. അപ്പോൾ ഒരു ലേഡി, ഇത് കേട്ടോണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ലേഡി വന്ന്, അതിനൊരു 10-32 വയസ്സുണ്ട്, തിന്മ നിറഞ്ഞ, ബന്ധിച്ചപ്പോഴത്തേക്കും ശരി അത് തോന്നുന്നത് മാനസിക രോഗമാണെന്ന് തോന്നുകയെ. അതെന്ത്? അപ്പോൾ പരിശുദ്ധമോ പറയുന്നുണ്ട്, ഇത് മാനസിക രോഗമല്ല, പൈശാചികപടി. ബന്ധിച്ച് പ്രാർത്ഥിക്കുക. കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ഇത് ഡെലിവറീസ് മുഴുവൻ സംഭവിക്കുന്നില്ല. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവേ ഞാൻ എന്താ ചെയ്യും? അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പരിശുദ്ധ അമ്മയെ വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണേ. അതൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, പരിശുദ്ധ അമ്മയെ വിളിക്കാൻ പറയുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നിലത്ത് കിടന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഒരു മലയാളിയായ ഒരു പയ്യനുണ്ട്. അവന് എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവൻ സ്വീഡനിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവനാണ്. അപ്പോൾ അവന് അവിടെ എയർക്രാഫ്റ്റ് കമ്പനി ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അവൻ എൻ്റെ നല്ല കൂടെ, അവൻ നമ്മുടെ അണക്കര ശുശ്രൂഷയ്ക്ക് സഹായിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ്. അപ്പോൾ അവനെ കൂടി അവിടെ വന്നു, അവനും കൊണ്ട് സഹായിക്കും, അവനും കൂടി ഞാനും കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇതിങ്ങനെ കൂടെ ബഹളം വെച്ചു. അപ്പം പരിശുദ്ധ അമ്മയെ വിളിച്ചാൽ മാറും എൻ്റെ പ്രിയപ്പെട്ട. അപ്പം ഞാൻ പരിശുദ്ധയെ വിളിക്കാം. ഉടനെ എൻ്റെ ആത്മാവ് പറഞ്ഞേ, നീ അത് ഇംഗ്ലീഷിൽ ചൊല്ലൊന്നും വേണ്ട, നീ മലയാളത്തിൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. മലയാളത്തിൽ പ്രാർത്ഥിക്കുക, പച്ച മലയാളം. അപ്പം ഞാൻ നന്മ നിറഞ്ഞ പറയും. ഇവർ സ്വീഡിഷ് ലേഡിയാണ്, അവർക്ക് മലയാളമൊന്നും ഇങ്ങോട്ട് ഇംഗ്ലീഷ് തന്നെ കൃത്യം അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ജയിക്കപ്പെട്ടു. ഇങ്ങനെ ഞാൻ ചൊല്ലി തുടങ്ങി. ഇതിൻ്റെ അങ്ങ് ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് ഞാൻ നോക്കുക, ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയും, ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ടിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജിഞ്ചു എന്ന് പറയുന്ന എയറോനോട്ടിക് എഞ്ചിനീയർ, അവൻ പേടിച്ച് മുട്ടുകുത്തി കരയാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ അവിടെ എത്തി. ഞാനത് കണ്ടു. ഞാൻ മലയാളത്തിൽ ചൊല്ലുന്നു, വേറെ ഭാഷയിലൊന്നുമില്ല, ആർക്കും മനസ്സിലായി, ആർക്കും ഒരു മനുഷ്യർക്ക് മനസ്സിലായില്ല. പക്ഷേ അവിടെ പരിശുദ്ധ അമ്മ നേരെ വന്നിട്ട് ഈ കുഞ്ഞിനെ, ഈ മകളെ സുഖപ്പെടുത്തി കെട്ടുപൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്നത് എന്നെ ദൈവം അനുഭവം കൊണ്ട് പഠിപ്പിച്ചതാ. പൈശാചിക ശക്തികളുണ്ട്, ഭാഷ അവിടെ വേണ്ട, നമ്മൾ പച്ച മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. അരൂപികൾക്കറിയാം, അരൂപികൾക്ക് എല്ലാ ഭാഷയും അറിയാം. അതുകൊണ്ട് മാനസിക രോഗമല്ല, എല്ലാത്തിനും മാനസിക രോഗം പറയരുത്. അവിടെ പാപം ചെയ്യുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം. നിങ്ങളൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോ ഒരുപാട് വളരേണ്ട കുഞ്ഞുങ്ങളാണ്. സ്വർഗത്തോളം വളരേണ്ട കുഞ്ഞുങ്ങളാ, ആകാശത്തോളം വളരേണ്ട കുഞ്ഞുങ്ങളാ, അഭിഷേകത്തിൻ്റെ കുഞ്ഞുങ്ങൾ. നിങ്ങളൊക്കെ സുവിശേഷ പ്രഘോഷകരായി മാറട്ടെ. ഈ 1800 പേരും കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷ പ്രഘോഷകരായിട്ട് മാറട്ടെ. വചനം ഭക്ഷിച്ച് വചനം പ്രസംഗിക്കുന്ന മക്കളായിട്ട് മാറട്ടെ. പ്രപഞ്ചം മുഴുവൻ നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി ഞങ്ങളൊക്കെ ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ കർത്താവ് അത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തിന്മയുടെ ശക്തികളുണ്ട്. ഈ മന്ത്രവാദം, കൂടോത്രം എന്ന് പറയാം. ഏത് മതത്തിൽ പോയാലും കുഴപ്പമില്ല. മക്കൾ അത് ആരും പറഞ്ഞ ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, നാട്ടിലുള്ള പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതായത് യോഹന്നാന്റെ സുവിശേഷം 14:5-6-7 വചനം. ഇത് മനുഷ്യൻ മുഴുവൻ ബുദ്ധിയിൽ അന്ധകാര. ബുദ്ധി നോക്കി കഴിഞ്ഞാണ്ടല്ലോ ഒന്നും തെറ്റല്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിലൂടെ നോക്കുമ്പോൾ അപകടങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ബുദ്ധി കൊണ്ട് നോക്കി ഒരാൾ പിശാചിനെ കണ്ടുപിടിക്കാനേ ഇന്നേ ഒരു ആർക്കും പറ്റിയിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവോട് നോക്കുമ്പോൾ ഈ വ്യക്തി തിന്മയുടെ ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുക. അതുകൊണ്ട് ഒരു ആത്മാവ് സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകുമെന്ന് പറയാൻ ഒരു ബുദ്ധിമാനും പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്. അത് ഒരാൾ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകുമെന്ന് പറയാൻ ആത്മാവിനെ പറ്റൂ എന്നുള്ള കാര്യം നീ തിരിച്ചറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ നാട്ടിലുള്ള പ്രൊഫസർമാർ അവർ വരും പലതും പഠിപ്പിക്കും. എൻ്റെ കുഞ്ഞുങ്ങളത് കേട്ടേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈശോ മാത്രമാണ് വഴിയും സത്യവും ജീവനും. അവനിലൂടെ മാത്രമാണ് പിതാവായ ദൈവത്തിൻ്റെ പക്കൽ, സ്വർഗപിതാവിൻ്റെ പക്കൽ ഈ പ്രപഞ്ചം മുഴുവൻ എത്താൻ പോകുന്നത്. ഈശോ അറിഞ്ഞവരും അറിയാത്തവരും എത്താൻ പോകുന്നതും ആരിലൂടെ മാത്രമായിരിക്കും. പറഞ്ഞേ യേശുവിൽ കൊച്ചു കൈയടിച്ച് കത്താതെ പറഞ്ഞു ഉച്ചത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:18-19 ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടത് അവൻ തന്നെ പോഷനാക്കട്ടെ. അവിടെ ബുദ്ധിയുടെ ബുദ്ധി നല്ലതാ, ബുദ്ധി പഠിക്കണം. നിങ്ങൾക്ക് ഞാൻ മാക്സിമം പഠിച്ചു, പഠിക്കാൻ തന്നെ മാക്സിമം പഠിച്ചു. പക്ഷേ ആ പഠനം മുഴുവൻ നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞായിരിക്കണം.
மனிதரை மீட்கவே பரலோகம் பிறக்க சிலுவையை சுமந்தாரையா, கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா, கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. தாயுன்னை மறந்தாலும் தந்தை உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை மறந்தாலும் உற்றார் உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். கரம் பிடித்து நடத்திடுவார், கண்மலை மேல் நிறுத்திடுவார். கரம் பிடித்து நடத்திடுவார், கண்மலை மேல் நிறுத்திடுவார். Praise the Lord!